അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലകളിൽ കുരുവട്ടൂരികളിൽ നടന്ന അവകാശവാദങ്ങളോ ഗീർവാണങ്ങളോ ഇന്ന് നിങ്ങൾ വല്ലവരും കണ്ടോ? എ പി ഉസ്താദിന്റെ കയ്യിൽ മുല്ലപ്പൂമാല കണ്ടതിനെ കുറിച്ച് നൗഷാദ് തൊണ്ട പൊട്ടു മാർച്ചത്തിൽ വിളിച്ചു പറഞ്ഞ എന്താണ്? ആ മുല്ലപ്പൂമാല ആർക്കിട്ട് കൊടുക്കാനുള്ളതാണ്, ഞങ്ങൾ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഞങ്ങളുടെ ഷെയ്ഖിന് ഇട്ട് കൊടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, കയ്യിൽ ഒരു പൂമാല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു അങ്ങനെ ഒന്ന് സംഭവിക്കുന്നു വിചാരിച്ചു ഞാൻ കയറി നോക്കി, കണ്ടില്ല. ആ വീഡിയോ കണ്ടില്ല. ഇവന്റെ എന്നാൽ നമ്മൾ കണ്ട വീഡിയോയിൽ എന്താണുള്ളത്? ഇവനെ തന്നെ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞ ഉടമയാണ്, ഭൂലോകത്തിന്റെ ഉടമയായ സൽമാൻ ബാബ എ പി ഉസ്താദിനെ ഇങ്ങോട്ട് മുല്ലപ്പൂമാല ഇട്ട് കൊടുത്ത് സ്വീകരിക്കുന്നതാണ്. കാരണം രാജാവ് ചെല്ലുമ്പോൾ മറ്റ് പ്രജകൾ അത് സ്വീകരിക്കും, അത് അങ്ങനെയാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ സ്വീകരിക്കുന്നതിനെ ഇവന്റെ ശേഖരനെ എ പി ഉസ്താദ് മുല്ലപ്പൂമാലയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വക്രീകരിച്ച് തൽക്കാലം കുഞ്ഞാടുകൾ പിടിച്ചിരുത്താൻ വേണ്ടി പച്ചക്കൊള്ളു പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ? അപ്പൊ സൈബർ മുഫ്തി വാനെ നമുക്ക് മറുപടി തന്നു, വെയിറ്റ് ആൻഡ് സീ, വി വിൽ ഷോ യു സംതിങ് എൽസ് വിച്ച് യു കാനോട്ട് എക്സ്പെക്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും നാളെ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പരിപാടി കഴിഞ്ഞ് ഞാൻ ചോദിച്ചു സൈബർ മുഫ്തി വാനോട്, കണ്ടോ കെ സി അബ്ദുള്ളക്ക് ഫിഷ് അബ്ദുള്ളയുടെ മുന്നിൽ വെച്ചുകൊണ്ട് കെ സി അബ്ദുള്ളക്ക് മാറിയിട്ട് കൊടുക്കുന്ന വീഡിയോ എവിടെ വട്ടൂരികളെ നിങ്ങളത് കാണിച്ചില്ലല്ലോ? ശ്മശാന മൂകതയാണ്, ഒരു വട്ടൂരിയും മറുപടി പറയുന്നില്ല. കാരണം നൗഷാദ് വണ്ടി മതിയതാണ്, മനസ്സിലായില്ലേ? ഇന്നലെ വെല്ലുവിളിച്ചവരോടൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞവർ ഇന്ന് വിടുന്നില്ല. ഇരിക്കട്ടെ, അതൊരു കാര്യം. പച്ചപ്പൊള്ളു പറഞ്ഞ് അണികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു 0.1 ഉണ്ടെങ്കിൽ 99% പർവ്വതീകരിച്ച് ജാഹിലീങ്ങളെ പറ്റിക്കാൻ. കാരണം മുമ്പേ നേരത്തെ ഓൻ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളെ കഴുതകളാക്കണേന്ന്. അതിൽ ആമി പറഞ്ഞിട്ടുണ്ട് ഈ ജാഹിലീങ്ങൾ. പിന്നെ ഓൻ പറഞ്ഞത് അനുസരിക്കും, കാരണം കഴുതകളാണല്ലോ. ഇരിക്കട്ടെ, അവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജുമായി ബന്ധപ്പെട്ട് ഈ ചാത്തമംഗലത്തിൽ ഈ ചാത്തനുള്ള സ്ഥലം അത് മറ്റൊരാൾക്ക് വിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞ് ദൂതൻ അയച്ചുകൊണ്ട് എ പി ഉസ്താദിനെ വിളിച്ചു വരുത്തുകയും വളരെ പ്രീ പ്ലാനോടുകൂടി അത് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മുതൽ ആലം ചെയ്യുന്ന പണിയാണോ അത്? ഭൂലോകത്തിന്റെ ഉടമയായ ഒരു ഷെയ്ഖുൽ മശായിഖ് ഒരു കുതുബുൽ ആലം ചെയ്യുന്ന പണിയാണോ? നമ്മൾ ഇന്നലെ ഇത്തരം പരിപാടികൾ കണ്ടത് ആരുടെ അടുത്താണ്? ഈ തൊട്ടടുത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾക്കറിയില്ലേ, ബൈക്ക് പകുതി കാശിന് ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദു കൃഷ്ണൻ അറസ്റ്റ് ചെയ്തത്. ആനന്ദു കൃഷ്ണൻ ചെയ്തത് എന്താണ്? അവന് പൊതുസമൂഹത്തിനുള്ളിൽ സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. പിണറായി വിജയനുണ്ട്, വി ഡി സതീശനുണ്ട്, കെ സുധാകരനുണ്ട്, മറ്റു നേതാക്കന്മാരുണ്ട്. അപ്പൊ ആ രൂപത്തിൽ നേതാക്കന്മാരുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന നേതാക്കന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നതിലൂടെയും എന്നെയും ആളുകൾ അംഗീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കലാണ് ഇവന്റെ പണി. അതല്ല അവനെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അത് വിടും ഇത് വിടും എന്ന് പറഞ്ഞ ഭീഷണി ഇതേത് ലോകത്തിലെ ബുദ്ധപരിലാലമാണ്? ഇതേത് ഷെയ്ഖുൽ മശായിഖാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇത്തരത്തിലൊരു ഷെയ്ഖുൽ മശായിഖിനെ, ഇത്തരത്തിലൊരു ലോകം നിയന്ത്രിക്കുന്ന ഒരു ബുദ്ധപരിലാലത്തിനെ? ഒരു ഭൂലോകത്തിന്റെ ഉടമയാണ് എന്ന് പറയുന്ന ആ കുഫിയത്ത് പറയുന്ന ഈ ജാഹിൽ വെറുതെ ഫോട്ടോയും വീഡിയോയും എടുത്ത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരാളെ, അത് തനി ഗുണ്ടാ നേതാവിന്റെ പണിയല്ലേ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്ഥലക്കച്ചവടത്തിനാണ് എന്ന് വിളിച്ചു വരുത്തുകയും എന്നിട്ട് പ്രീ പ്ലാൻ ചെയ്തതുപോലെ അവന്റെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും അതിനെ ഹിക്മത്തോടു കൂടി എന്നാൽ ആ സ്ഥലം ഒരു ദീനിന് ഉപകരിക്കുന്ന സ്ഥലമാവല്ലോ. നമ്മൾ അങ്ങനെ തന്നെയല്ലേ, ഒരു സ്ഥലത്തിൽ വ്യൂ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയുന്നത് കേൾക്കേണ്ടി വരും. അത് കേട്ടിട്ടെങ്കിലും അവന്റെ കയ്യിലുള്ളത് കിട്ടിയിട്ടെങ്കിലും പോകുന്ന മതി എന്നുള്ള രൂപത്തിൽ നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കും അല്ലേ? എന്നാൽ ഇവർ അടിക്കുന്ന കീഴ്വാണം അനുസരിച്ച് കെ സി അബ്ദുള്ളക്ക് മാലിട്ട് കൊടുക്കുന്നു, മറ്റുള്ളത് അത് ചെയ്യുന്നു, അതൊന്നും അവിടെ നടക്കുന്നില്ല. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യം കൂടി പറയാണ്. ഇവർ പറയുന്നത് എന്താ? ഈ പോയ ആളുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പോയ ആളുകൾ ഈ ചങ്ങായി നമ്മൾ മഹാനായ മടവൂർ മടവൂർ തങ്ങളെ, അതേപോലെ വരക്കുൽ മുല്ലക്കോയ തങ്ങളെ, അതേപോലെ വടകര മുഹമ്മദ് അജി തങ്ങളെ, ഇവരൊക്കെ നമ്മുടെ ഷെയ്ഖാണ്, അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിന്റെ ഷെയ്ഖും മഷായിഖൊക്കെ ആണ് എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഫിഷങ്ങാടിയെ, അതായത് ഈ മീനങ്ങാടിയെ ആരെങ്കിലും മഷായിഖാണ് എന്ന് പരിചയപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? സമൂഹത്തിൽ നിലയുമ്പോഴുള്ള ആരെങ്കിലും ഷംസുൽ ഉലമ പറഞ്ഞോ, ഉമർ ബാഫി തങ്ങൾ പറഞ്ഞോ, അതല്ലെങ്കിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടോ? വല്ല വിധേനയും ഏതെങ്കിലും കാരണം കൊണ്ടോ അവന്റെ ഹിക്മത് കൊണ്ടോ അവൻ വിളിച്ചു വരുത്തുന്നതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്ദർഭത്തിൽ അവന്റെ കൂടെ ഇരിക്കുന്നതുമായ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് കാണാം ഇതെല്ലാം എന്റെ മൊഴിയാണ്. ഷാഫി റളിയല്ലാഹു ഷൈബാനി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഷാഫി റളിയല്ലാഹു പറഞ്ഞതാ ഇതെന്റെ ഷെയ്ഖാണെന്ന്. അല്ലാതെ ഷൈബാനി റളിയല്ലാഹു പറഞ്ഞ് ഞാൻ ലോകത്തിലോട് വലിയ ഷെയ്ഖാണ്, ഇവരൊക്കെ എന്റെ മുരീദാണെന്ന് പറഞ്ഞ് നടന്നതല്ല. എ പി ഉസ്താദ് അവിടെ ഇരിക്കുന്ന വേളയിൽ എ പി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ ഇവന്റെ ഷെയ്ഖാണെന്ന്? നിങ്ങൾ എന്നെ ഞാൻ ഷെയ്ഖായി സ്വീകരിച്ചിരിക്കുന്നു, ഉണ്ടെങ്കിൽ വിടാ വീഡിയോ. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഫിഷങ്ങാടിയെ നിങ്ങളെ ഞാൻ ഷെയ്ഖായി സ്വീകരിക്കുന്നു, നിങ്ങളുടെ തർബിയത്തിൽ ഞാൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ പറയുന്നത് ഒരു കാര്യവും അംഗീകരിച്ചില്ല, പ്രാവർത്തികമാക്കില്ല, ചെയ്തില്ല എന്ന് പറയുന്നത് ആരാണ്? നൗഷാദ് തന്നെയാണ്. അപ്പൊ പിന്നെ എ പി ഉസ്താദ് അവനെ ഷെയ്ഖാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആ ഷെയ്ഖിനെ അംഗീകരിക്കുന്ന ഒരു കാര്യം എ പി ഉസ്താദിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് എ പി ഉസ്താദ് അവനെ ഷെയ്ഖാക്കിയിട്ടില്ല എന്നുള്ളതിൽ ഏറ്റവും മാനദണ്ഡം നിങ്ങളുടെ തൊള്ളവരായി തന്നെയാണ്, നിങ്ങളുടെ സംസാരം തന്നെയാണ്. എ പി ഉസ്താദിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും എ പി ഉസ്താദ് അംഗീകരിച്ചില്ല, അത് നടപ്പിലാക്കാൻ എ പി ഉസ്താദ് വഴങ്ങിയില്ല, അത് ധിക്കരിച്ചു നടന്നു. കാരണം ധിക്കരിച്ച് നടക്കണമെങ്കിൽ അങ്ങനെ ഷെയ്ഖ് അല്ല, ഒരു ഷെയ്ഖ് മക്കൂറായിട്ട് എ പി ഉസ്താദ് അവനെ കണ്ടിട്ടില്ല. സ്ഥലക്കച്ചവടത്തിന് നിന്ന് കഴിഞ്ഞാൽ സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം പറയണം, അത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി പ്രീ പ്ലാനിങ്ങോട് കൂടി മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കാണിക്കലല്ല. മനസ്സിലായോ? അപ്പൊ ആ രൂപത്തിൽ സ്വയം ഷെയ്ഖാണ് എന്ന് പറഞ്ഞു നടക്കുകയാണ്. എന്ന് ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഷംസുൽ ഉലമ ആട്ടി ഓടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്തിന് നോളജ് സിറ്റിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി ആരുടെ എല്ലാം അടുത്ത് പോയിട്ടുണ്ട്. അത് ചർമ്മനും കോയപ്പാനും അല്ലെങ്കിൽ തന്ത്രിയും മന്ത്രിയും എല്ലാവരുടെ അടുത്തും പോകും. അതുപോലെ ഇവന്റെ അടുത്തും പോയിട്ടുണ്ട്. അതല്ലാതെ അവനെ ഷെയ്ഖാക്കി അല്ലെങ്കിൽ അവനെ മുതബിറുല്ലാരമാക്കി ഇതൊക്കെ പറഞ്ഞു നടക്കാൻ ലേശം ഉളുപ്പ് വേണം വട്ടുവികളെ എന്നാ പറയുന്നത്. സത്യത്തില് പറ്റിച്ചത് വീരാണ്ടിയാണ്. കാരണം മുസാഫിമ ചവിട്ടി കയറി നിൽക്കുന്ന വീരാണ്ടി അത് വലിയൊരു ജിമ്മിക്കാണ്. ഈ വീഡിയോ നിങ്ങൾ കയ്യിൽ വെച്ചോ, ഇവരെ നമുക്ക് മുൾമുനയിൽ നിർത്താം എന്നൊക്കെ പറഞ്ഞതോടുകൂടി നമ്മൾ സാരി ഉസ്താദ് ആ വീഡിയോ വിട്ടതോടുകൂടി ഇതുവരെ പിടിച്ചിരുന്ന ആ ഏറങ്ങ് ബലൂണങ്ങ് വീർത്ത് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും